അപ്പോൾ ഗൈസ് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സ് എന്ന ആപ്പിൻ്റെ പുതിയ ട്രിക്സ് ആൻഡ് ടിപ്സാണ്. എന്തിൻ്റെ ട്രിക്സ് ആൻഡ് ടിപ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവേ. ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ സർവേ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ അൺലിമിറ്റഡ് ആയിട്ട് സർവേ ഏൺ ചെയ്യാനുള്ള പുതിയ ട്രിക്കാണ്. ഒരു ഹാക്കും കാര്യങ്ങളൊന്നുമല്ല, പെർസെൻറ്റേജ് സർവേ വരുന്നതായിരിക്കും. അതിനുവേണ്ടിയുള്ള ട്രിക്സ് ആൻഡ് ടിപ്സാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ള് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനും കാണുക, വീഡിയോ ഒരു ഭാഗം പോലും മിസ്സാക്കാതിരിക്കുക. എല്ലാ ഭാഗം ക്ലിയറായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് 100% സർവേ വരുമെന്നുള്ള ഉറപ്പാണ്. ഇത് വർക്കായൊരു ട്രിക്കാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനും കാണുന്നതിൻ്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ നോട്ടിഫിക്കേഷൻ ഓളൊന്ന് സെറ്റ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ഒട്ടും വയ്യാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതുവരെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ കയറി ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഇമെയിൽ അതിനകത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആകുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യം കഴിയുമ്പോൾ ആ ഇമെയിൽ ഡിലീറ്റ് ചെയ്യുകയും വേണം, പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു യൂസേഴ്സ് ആണെങ്കിൽ അതിന് വേണ്ടിയാണ് പറയുന്നത്. അതിനെപ്പറ്റിയുള്ള ഫുൾ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നിട്ട് മനസ്സിലാക്കുക, ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു സർവേ ഏണിംഗ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് സർവേ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് അവർ ക്യാഷ് തരുന്നതായിരിക്കും. ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ തൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിനകത്തുള്ള കണ്ടൻസിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണോ ഉപയോഗിക്കുന്നത് അവർ സർവേ കംപ്ലീറ്റ് ആക്കുന്നതനുസരിച്ച് അവർക്ക് ഫീഡ്ബാക്ക് ആയിട്ട് അത് കിട്ടുന്നതായിരിക്കും. ആ സർവേ കംപ്ലീറ്റ് ചെയ്യുന്നതിന് അവരൊരു എമൗണ്ട് യൂസേഴ്സിന് കൊടുക്കുന്നതാണ്. ആ സർവേക്ക് അനുസരിച്ചാണ് നിങ്ങൾക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുക. എത്ര മാത്രം ലെങ്ത് ആയിട്ടുള്ള സർവേയാണ് അത്രമാത്രം കിട്ടുന്നതായിരിക്കും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് മാക്സിമം പോയാൽ $1 മാത്രമേ ഇതിൽ നിന്ന് ലഭിക്കത്തുള്ളൂ. $1 കൂടുതൽ കിട്ടത്തുമില്ല. $1 US ബേസിലാണ്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 80 രൂപ വരെ ഒരു സർവേക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൽ കൂടുതൽ കിട്ടത്തില്ല. മാക്സിമം $1 തൊട്ട് നിങ്ങൾക്ക് സർവേ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്ന മറ്റൊന്നുമല്ല, ഇതിനകത്ത് എങ്ങനെ മാക്സിമം സർവേ വരുമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എൻ്റെ സർവേ ഏണിംഗ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇത്ര മാത്രം ചെയ്താൽ മതി സർവേ ഏൺ ചെയ്യുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സിൽ പോയിട്ട് എല്ലാ ഓപ്ഷനും ഓൺ ചെയ്യുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ഹിസ്റ്ററി അതെല്ലാം ഓൺ ചെയ്തിടുക. നിങ്ങളുടെ യൂട്യൂബ് ഹിസ്റ്ററി, അതുപോലെ ഗൂഗിൾ ആപ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഹിസ്റ്ററി എല്ലാം ഓൺ ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മാപ്സ്, എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സ്ഥലത്ത് മാപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ആ മാപ്പ് ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ട് ലൊക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും ലൊക്കേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഓപ്പൺ ആക്കി തന്നെ വെക്കുക. അപ്പം നിങ്ങൾ ഏതെങ്കിലും സൈറ്റ് വിസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പ് വിസിറ്റ് ചെയ്ത് അതിനെപ്പറ്റിയുള്ള സർവീസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനിയാണ് ട്രിക്ക് നമ്പർ 2. ട്രിക്ക് നമ്പർ 2 എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഓപ്പൺ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ദിവസം ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും മേജർ അപ്ഡേറ്റ് വരുവാണെങ്കിൽ, ഗൂഗിൾ അപ്ഡേറ്റ് വരുവാണെങ്കിൽ അത് അപ്ഡേറ്റും ചെയ്ത് വെക്കുക. അവരുടെ അൽഗോരിതം പ്രകാരം, അൽഗോരിതം എന്ന് പറഞ്ഞാൽ അവരുടെ ആ സിസ്റ്റം നോക്കുന്നത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നന്നായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു നല്ല യൂസറാണെന്ന് അവർ മനസ്സിലാക്കി നിങ്ങൾക്ക് കൂടുതൽ സർവേ തരുന്നതായിരിക്കും. അടുത്തത് മൂന്നാമത്തെ ട്രിക്കാണ്. മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സർവേ വന്നെന്ന് കരുതുക. ഈ സർവേ നിങ്ങൾ ചെയ്യുമ്പോൾ അറ്റ്മോസ്റ്റ് ഓൾ സ്പീഡിൽ തന്നെ ചെയ്യാതിരിക്കുക. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ചെയ്ത് അവർ കരുതും നിങ്ങൾ റാൻഡമായിട്ടുള്ള ഉത്തരങ്ങളാണ് കൊടുത്തു വിടുന്നത്. റാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതെ നിങ്ങൾ ഉത്തരം കൊടുത്തു വിടുകയെന്ന്. അങ്ങനെ ചെയ്ത് കുറച്ച് നേരം ഒരു ടൈമിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം സർവേ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് ലഭിക്കുന്നതായിരിക്കും സർവേ അറ്റൻഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് സർവേ നന്നായിട്ട് വായിച്ച് നോക്കുന്നൊരു ടൈമിംഗ് ഒക്കെ കൊടുക്കുക. അത് അതിൻ്റെ അൽഗോരിതം ചെക്ക് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾ സർവേക്ക് ആൻസർ ചെയ്യുമ്പോഴത്തേക്കിനും ഹോണസ്റ്റ് ആയിട്ടുള്ള ഉത്തരം കൊടുക്കുക. ചുമ്മാതെ റോങ് ആൻസേഴ്സ് ഒന്നും കൊടുക്കില്ല. ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് നിങ്ങളൊരു വീഡിയോ കണ്ടു കാണും. ആ യൂട്യൂബിലെ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടെന്നുള്ള റേറ്റിംഗ് കൊടുക്കാനായിരിക്കും വരുന്നത്. ആ റേറ്റിംഗ് പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുക. ചിലപ്പോൾ അത് ഹൈ വൈറൽ വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലോ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവരുടെ സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളൊരു പ്രോപ്പറായിട്ട് ആ വെയിലല്ല നിങ്ങൾ സർവേ അറ്റൻഡ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് മാക്സിമം പറഞ്ഞത്. മാക്സിമം ഹോണസ്റ്റായിട്ട് തന്നെ സർവേ അറ്റൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് നല്ല രീതിയിൽ സർവേ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സർവേയുടെ ക്യാഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗെയിം അല്ലെ ഫ്രീ ഫയർ, PUBG അതുപോലുള്ള ഗെയിമുകൾ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ചെറിയ ആപ്ലിക്കേഷൻ, സ്നാപ്ചാറ്റ് പോലുള്ള ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ലഭിക്കാൻ ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് മാത്രമല്ല,
ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുക. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്തേക്കുക. എന്നിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത